വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ ഇപ്പം നേരം വിനായിട്ട് കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് ഈ ഒരു പൂള കേട്ടോ. അപ്പോൾ ഇത് പണ്ടേക്ക് വെച്ച് ഉണ്ടാക്കണം ആ ഒരു രീതിയിലൊന്ന് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ പൂള വാങ്ങുമ്പോൾ പല വ്യത്യസ്ത രീതിയിലൊക്കെയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ പാൽക്കാപ്പയൊക്കെ ചെയ്തില്ലായിരുന്നില്ല, ഏകദേശം ആ ഒരു രീതിയൊക്കെയാണ് കേട്ടോ. പക്ഷേ അത്രയ്ക്ക് അലങ്കാരങ്ങളൊന്നുമില്ല, ഒരു സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, വളരെ പെട്ടെന്ന് പരിപാടി തരും. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കൊണ്ടുവന്ന് വന്നപ്പോൾ തന്നെ ഇതാ 2 കഷ്ണാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അതാണ് ഞാൻ അത് കൂടുതൽ നേരം വെക്കാതെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇനിയിപ്പോൾ കൂടുതൽ സമയമൊക്കെ വെച്ചാൽ ഈ ഒരു ഭാഗമൊക്കെ ഒരു നീല കളറായി മാറും. അപ്പം അങ്ങനെയൊന്നും വേണ്ട, കിട്ടിയ സമയത്ത് തന്നെ വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടിയാണ് തീരല്ലോ. മുപ്പൊരാഗ്രഹമാണ് നടന്നിട്ടും. ഈ പൂള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ലോണം വേവണ പൂളയായാൽ മതിയെന്നാണ് കേട്ടോ. അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല, നോക്കി നോക്കാം എന്തായാലും. നമുക്ക് ഇന്ന് ഉണ്ടാക്കണ ഈ ഒരു ഐറ്റം നല്ലോണം വേവണ തന്നെ ആവണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ തൊലിയൊക്കെ പൊളിഞ്ഞു പോരുന്ന ആ രീതിയും ഈ കത്തിമിലുണ്ടാവണ ഈ ഒരു കളറൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല വേവണ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഈ മൂട് ഭാഗമായതുകൊണ്ട് ഇതിന് വേര് പിടിച്ച ഭാഗമായിട്ടാണ് ഭയങ്കര ഉറപ്പ്. നല്ലോണം വൃത്തിയായി കഴുകിട്ടോ. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കൊത്തി അരിയുക. അരിയലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഒന്ന് തിളപ്പിച്ച് വിട്ടണ്ടേ. അപ്പോൾ വെള്ളം വെച്ചൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം നമുക്ക്. ഇപ്പോൾ ലേശം ഉപ്പിടാം കേട്ടോ. അടുപ്പത്ത് വെക്കാം കേട്ടോ, നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളക്കിണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. വീണ്ടും അടുപ്പത്ത് വെക്കുക. ഇനി കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാം നമുക്ക് ഇതുമേ. അതിന് തന്നെ വെള്ളം ഒഴിക്കുകയാണേ. വെള്ളം ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടി ഒക്കെ ഒഴിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി തൊട്ടാലാണല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോസ് എത്തുള്ളൂ. പിന്നെ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അതേപോലെ നിങ്ങളെ വീട്ടിലേക്ക് പണ്ടേ ഇതേപോലെ പൂൾ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും കൂടി എഴുതി അറിയിക്കണം കേട്ടോ. നമുക്കതൊരു പുതിയ അറിവായിരിക്കും, മറ്റുള്ളവർക്കും അതൊരു പുതിയ അറിവായിരിക്കും. അപ്പം ഞാൻ വർത്താനം പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ. ബാക്കിയുള്ള പരിപാടി ചെയ്യട്ടെ കേട്ടോ. ഇനി കുറച്ച് കാന്താരി മുളകാണ് കേട്ടോ കയ്യിലുള്ളത്. അതിന് നമുക്കൊന്ന് കുത്തിപ്പൊട്ടിക്കാം. നല്ല കുത്തിപ്പൊട്ടിച്ച കാന്താരി മുളകിനെ ഇതിക്കേണ്ടി മാറ്റി കൊടുക്കട്ടോ. ഓ, നല്ല കാന്താരി മണം. കുറച്ച് ദിവസമായി പറിച്ചോണ്ട് വെച്ചിട്ട് കേട്ടോ കാന്താരി. അപ്പോൾ ചിലതൊക്കെ പഴുത്തിട്ടും ഉണ്ട്. ഉപ്പിൻ്റെ കുറവ് കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ചേർത്തെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മളെ പൂള നല്ലോണം ഉടഞ്ഞ് വെന്ത് കിട്ടണ്ട കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, ഇടയ്ക്ക് തുറന്നു നോക്കുക, അങ്ങനെ വേവിച്ചെടുക്കുക. എന്തായി ഒന്ന് ഇളക്കി വെക്കല്ലേ. എന്താവാനാ, വെന്തിട്ടില്ല, നല്ലോണം വേവണം. അങ്ങനെ നമ്മളെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിനൊരു പേരുണ്ട്, ഞങ്ങളായിട്ടിട്ട പേരാട്ടോ. 2 പേരുണ്ട്, കേട്ട് ചിരിക്കരുത്. ഒന്ന് പായസം പൂള, ഏകദേശം ഒരു പായസത്തിന്റെ ടെക്സ്ചറൊക്കെ ഉണ്ടല്ലോ. മറ്റേത് പിളിപ്പിളി പൂള. അത് വെറുതെ അങ്ങനെ പറയുകയാണേ, അങ്ങനത്തെ ഒരു പേരൊന്നല്ല. നിങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വ്യൂവേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, വ്യൂവേഴ്സ് ഇതേപോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേരൊക്കെ ഉണ്ടാവുമല്ലോ. ആ പേരെന്താന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വിചാരിച്ചാൽ നല്ല നാടൻ വെളിച്ചെണ്ണ നല്ല പോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതാ കറിവേപ്പില അതും കൂടി അങ്ങോട്ട് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങോട്ട് അടച്ചു വെക്കട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുക. ഇനി ഗ്യാസ് ഓഫാക്കണേ. നമ്മളെ പായസം പൂള റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചല്ലേ, ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ആ ഒരു കറിവേപ്പിലേൻ്റെ ആ ഒരു മണവും പച്ച വെളിച്ചെണ്ണേൻ്റെ മണമൊക്കെ പാടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിക്കുക കേട്ടോ, നല്ല ചൂടുണ്ടേ. കൂടെ കുറച്ച് കട്ടൻ ചായയും കൂടി ആയാലേ പൊള്ളിക്കും കേട്ടോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഫേവറേറ്റാണ് ആൾക്ക്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സ്പൂണ് നല്ല ചൂടുണ്ട് കേട്ടോ സാധനം. ഇതൊക്കെ കഴിച്ചിട്ട് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായമായി പറയുക. കാരണം അത് കഴിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ടെന്ന്.
അല്ല, ഇടയ്ക്ക് കഴിക്കണോണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂല. പുതിയ വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം അല്ലേ. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവര് ഒരു വട്ടെന്നെങ്കിലും പൂള കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചോ കൊണ്ടു. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കോളും, എളുപ്പമാണല്ലോ. ഞാൻ അതെ ചൂടായതുകൊണ്ട് സ്പൂണ് തന്നുള്ളൂ. കൈ കൊണ്ട് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. എനിക്ക് വേറെ കാര്യം പറയാണ്ട്, ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്കാർക്കും തേങ്ങയെല്ലാം ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറച്ച് തേങ്ങ ഇതിലിങ്ങനെ ഇട്ടിട്ട് അത് കൂട്ടി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷെ ഇവർക്കാർക്കും ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെയും കൂടി കഴിച്ച് നോക്കുമ്പോൾ വേറെ ടേസ്റ്റാണേ. ഇത് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. ആ ഒരു പച്ചത്തേങ്ങ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോഴേ ഇങ്ങനെ കഴിച്ചോക്കി അറിയും, കഴിക്കൂല. പിന്നെ കൂടെ നല്ല ചൂടുള്ള കട്ടൻ ചായ. ഓ നല്ല ചൂടാട്ടോ. ലാസ്റ്റ് ഇത് കഴിയില്ലല്ലോ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഇതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇങ്ങനെ സാവധാനം കഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റിലാവും ഇങ്ങനെ എടുത്തിട്ടൊരു നല്ല ടേസ്റ്റായിട്ട് സംഭവം. വൈകുന്നേരം എല്ലാവരും കൂടി ഇതേപോലെ ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇലയിലൊക്കെ പൊടണീൻ്റെ ഇലയിലൊക്കെ എടുക്കൂലേ. ഞങ്ങളുടെ നാട്ടിലൊരു വട്ടത്തിലുള്ള ഇലയ്ക്ക് പൊടണി എന്നട്ടെ പറയുക. ആ ഇലയിലൊക്കെ എടുത്ത് കഴിക്കുന്ന ആദ്യമൊക്കെ. ഇപ്പം പിന്നെ ആരും വാഴൻ്റെ ഇലയിൽ തന്നെയാണ് കഴിക്കൽ. ആ ഒരു ഇല കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഫീലിങ്ങനെ കിട്ടുക. അപ്പോൾ അതേപോലത്തെ പഴമയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ ഇതേപോലെ പണ്ടൊക്കെ എല്ലാവരും കൂടി വീട്ടിൽ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ ഒത്തുകൂടുമ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ. ചക്കക്കൂട്ട ഉണ്ടാക്കി കഴിക്കുക, അതേപോലെ പൂള ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഓർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓരും കൂടി ആ ഓർമ്മകളൊക്കെ ഒന്ന് അയവറിത്തോട്ടല്ലേ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും തരാ. മുളക് മാത്രമാണ് ബാക്കിയാക്കി വെച്ചു, ബാക്കിയൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ആര് കാണുന്നത് നിങ്ങൾ.